അതുപോലെ ഹിമോൻ ഉറക്കത്തിൽ നിന്ന് നീറ്റ് വരിക കേട്ടോ. കുറേ നേരം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴാണ് നീറ്റ് വരുന്നത്. അങ്ങനെ ഇത് അടുക്കളയിൽ ഞാൻ ഓരോ പരിപാടിയിലാണ് കേട്ടോ, ഫുഡിൻ്റെയൊക്കെ പരിപാടിയിലാണ്. അപ്പം ഇന്ന് കറി ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് അടുപ്പത്തുണ്ട്, ചായക്കടി കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പം ഞാനിതാ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മത്തനും മമ്പയറും. കുറേ കാലമായി മത്തനും മമ്പയറും കറി വെച്ചിട്ട് അപ്പം എനിക്ക് എന്തോ ഒരു പൂതി, അതൊന്നും ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഷൈജേട്ടന് അത് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാനത് ഷൈജേട്ടന് പരിപ്പും പിന്നെ നമ്മുടെ മുരിങ്ങയും തക്കാളിയും കൂടി ഒരു കറി വെച്ച് അങ്ങനെ 2 കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്തി ഉണ്ടായിരുന്നു കേട്ടോ, മത്തി പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അയില ഉണ്ടായിരുന്നു, അയിലും പൊരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇറങ്ങി. ഞാൻ ഹിമോനും കൂടി എനിക്ക് എൻ്റെ പല്ല് ടൈറ്റ് ചെയ്യാൻ പോകേണ്ട ഡേ ആണ് കേട്ടോ. അപ്പം 3 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടില്ല. നമ്മൾ 2-2:15 ആകുമ്പോൾ ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂട്ടി എടുത്ത് പോയാൽ പണി കിട്ടും. അതും ഹിമോനും കൂടി ഉണ്ടാകുന്ന സമയത്ത് അവൻ ശരിക്കും നിൽക്കൂല്ലേ മഴയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിന് പോകാമെന്ന്, വരുന്ന വഴിക്ക് ഷൈജേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓട്ടോ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓട്ടോ കിട്ടി. ഞങ്ങൾ കുറച്ച് നടന്നേരെയാണ് കേട്ടോ ഓട്ടോ കിട്ടിയത്. കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സും കയറി നേരെ മുക്കത്ത് ഇറങ്ങിയപ്പോൾ നല്ല മഴയാട്ടോ. അപ്പോൾ ഷൈജേട്ടൻ കാറെടുത്ത് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ എത്തും വരെ നല്ല മഴയായിരുന്നു, എത്തിക്കഴിഞ്ഞപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പോൾ എങ്ങനെയോ ഇറങ്ങി ഞങ്ങൾ നേരെ ഞാൻ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് അവിടുന്ന് ബോറടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു. വരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഓക്കെ, ബൈ.